സാറേ, നാറ്റോ സഖ്യത്തിന് ബദലായിട്ട് ഒരു ഇസ്ലാമിക് നാറ്റോ വരുന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ തുർക്കിയാണ് പ്രധാനപ്പെട്ട ഒരു നേതൃത്വം വഹിക്കാൻ സാധ്യത പറഞ്ഞു. പക്ഷേ തുർക്കി ഇസ്ലാമിക നാറ്റോയിൽ ഉണ്ടാവില്ലെന്ന് കേൾക്കുന്നല്ലോ. അതായത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ സെപ്റ്റംബറിൽ ഒരു കരാർ ഒപ്പിട്ടു. അവർ കരാർ ഒപ്പുവെച്ചതിന്റെ പശ്ചാത്തലം എന്താന്ന് വെച്ചാൽ ദോഹയില് ഇസ്രയേലിന്റെ ആക്രമണം നടന്നു. ഇനി ഇസ്രയേലിന്റെ ഒരു ആക്രമണം സൗദിക്ക് നേരെ വരുമോ എന്നൊക്കെ സൗദിക്ക് ഭയം ഉണ്ടായി. അപ്പോൾ പാകിസ്ഥാനാണെങ്കിൽ ആണവ ബോംബ് കയ്യിലുള്ള ഏക ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ. സൗദിയുടെ കയ്യിലാണെങ്കിൽ പണമുണ്ട്. അപ്പൊ അവര് തമ്മിലൊരു സഖ്യമുണ്ടായിരിക്കുന്നു. അതിലേതെങ്കിലും ഒരു രാജ്യത്തിനെ വേറൊരു രാജ്യം ആക്രമിച്ചാൽ മറ്റേ രാജ്യത്തിനെ ആക്രമിച്ചതായിട്ട് കരുതും. അതായത് സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാനെ ആക്രമിച്ചതായിട്ട് പാകിസ്ഥാൻ കരുതിയിട്ട് സഹായിക്കും. തിരിച്ച് സൗദിയും സഹായിക്കും. ഇതാണ് കരാർ. അത് നാറ്റോയിലെ വകുപ്പ് 5 അതിൽ പറയുന്നുണ്ട്. 32 രാജ്യങ്ങളാണ് നാറ്റോ. അതിലേതെങ്കിലും ഒരു രാജ്യത്തിനെ പുറത്തുനിന്നൊരു രാജ്യം ആക്രമിച്ചാൽ 32 ആക്രമിച്ചതായിട്ട് കരുതി പരസ്പരം സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് തുർക്കിയും കൂടി വരും, ഇസ്ലാമിക് നാറ്റോ രൂപപ്പെടും എന്ന് കുറേ നാളായിട്ട് വാർത്തകളുണ്ട്. കാരണം തുർക്കിക്കാണെങ്കിൽ ഇപ്പോൾ ആയുധങ്ങൾ ധാരാളം നിർമ്മിക്കുന്ന രാജ്യമാണ് തുർക്കി. അവർക്ക് രാജ്യാന്തര ആയുധ വിപണിയുണ്ട്. ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ തുർക്കിയുടെ ആയുധം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിലേക്ക് തുർക്കിയും കൂടി വരാൻ സാധ്യതയുണ്ട്. അതങ്ങനെ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനുമായിട്ട് ഇപ്പം തന്നെ തുർക്കിക്ക് വലിയ സഹകരണമുണ്ട്. പാകിസ്ഥാന് ഡ്രോണുകൾ കൊടുക്കുന്നു, യുദ്ധക്കപ്പലുകൾ കൊടുക്കുന്നു, ഇല്ലേ? ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് തന്നെ പാകിസ്ഥാനുമായിട്ട് തുർക്കി വലിയ തോതിൽ സഹകരിച്ചിരുന്നു. കറാച്ചിയിൽ തുർക്കിയുടെ കപ്പലുകൾ വരുമൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ കശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യക്കെതിരെ തുർക്കി പാകിസ്ഥാന് വേണ്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സഖ്യത്തിലേക്ക് സ്വാഭാവികമായിട്ടും തുർക്കി വരുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ അൽ ജസീറയുമായിട്ട് ഒരു അഭിമുഖത്തിൽ ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതുമായിട്ട് പാകിസ്ഥാൻ സൗദി സഖ്യത്തിലേക്ക് തുർക്കി വരാൻ സാധ്യതയില്ല എന്നാണ് സൂചന. അദ്ദേഹം നയതന്ത്ര ഭാഷയിലാണ് സംസാരിച്ചിരിക്കുന്നത്. എപ്പോഴും ബന്ധങ്ങൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഒരിക്കലും നമ്മൾ സെക്യൂരിറ്റി ഔട്ട്സോഴ്സ് ചെയ്യരുത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളത്തിനെ പുറം പണിക്ക് അയക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ മറ്റേ കൂലിപ്പട്ടാളായിട്ട് പാകിസ്ഥാൻ മാറുന്നതാണല്ലോ സൗദിക്ക് വേണ്ടി. മുമ്പും സൗദിക്ക് വേണ്ടി കൂലിപ്പട്ടാളായിട്ട് 1979 മാറിയിട്ടുണ്ട്. മറ്റേ മക്കയ്ക്കെതിരെ ഒരാക്രമണം വന്നപ്പോൾ വിമതരുടെ. അപ്പൊ അതുപോലെ അങ്ങനെ ഒരു കൂലിപ്പട്ടാളമായിട്ട് വേറെ രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി തുർക്കി തയ്യാറല്ല. ഇങ്ങനൊരു സഖ്യത്തിൽ ഞങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങളുടെ നിൽപ്പ് സ്വതന്ത്രമായിരിക്കും. മാത്രമല്ല ഇത്തരം ഒരു ജിയോ പൊളിറ്റിക്കൽ ക്യാമ്പിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ജിയോ പൊളിറ്റിക്കൽ ക്യാമ്പിൽ താല്പര്യമില്ല. അതേസമയം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഐക്യദാർഢ്യ പ്ലാറ്റ്ഫോം, മേഖലാ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളുള്ള ഒരു സഖ്യം, സംഘടന, അതിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ചേർന്ന ഒരു സഖ്യമാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ ഈ സഖ്യത്തിൽ ഇപ്പോൾ പോയി ചേർന്നാൽ തുർക്കിക്ക് ഇസ്ലാമിക ആയുധ വിപണി ഉണ്ടല്ലോ. പല രാജ്യങ്ങൾക്കും ഇന്തോനേഷ്യക്കോ UAE-ക്കോ ആർക്ക് വേണമെങ്കിലും വിൽക്കാം. ഇപ്പൊ UAE ഈ സഖ്യം ഉണ്ടാവുന്നു എന്ന് കണ്ടിട്ട് UAE ഇന്ത്യയിൽ വന്നിട്ട് സഹകരണ കരാറിൽ ഒപ്പിട്ടിട്ട് പോയില്ലേ, പ്രതിരോധ സഹകരണ കരാറിലെ. അൽ നഹ്യാൻ UAE-യുടെ പ്രസിഡന്റ് ഡൽഹിയിലേക്ക് പെട്ടെന്ന് ഓടിക്കഴിച്ചു വന്ന് 2 മണിക്കൂർ വന്നിട്ട് കരാറിൽ ഒപ്പിട്ടു. അപ്പോൾ ഈ സഖ്യത്തിലേക്ക് തുർക്കി പോയി കഴിഞ്ഞാൽ ഈ മറ്റേ ചേരി ഉണ്ടല്ലോ, സൗദി വിരുദ്ധ ചേരി, ആ ചേരിയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടേണ്ടി വരില്ലേ? UAE ശത്രുവാവില്ലേ? UAE പോലുള്ള രാജ്യങ്ങൾ, ഖത്തർ ഇല്ലേ?
അങ്ങനെ ശത്രുരാജ്യങ്ങളെ ഇസ്ലാമിക ലോകത്ത് ഉണ്ടാക്കേണ്ടതില്ല എന്ന് തുർക്കി തീരുമാനിക്കുന്നു. ഇതാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞതിൻ്റെ സാരാംശം എന്ന് രാജ്യാന്തര നയതന്ത്ര രംഗത്ത് ഇപ്പോൾ ചർച്ചയുണ്ട്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുകയാണ്, ബാഹ്യ ഇടപെടൽ, അതായത് ഹക്കൻ ഫിദാൻ വിദേശകാര്യമന്ത്രി തുർക്കിയുടെ, അദ്ദേഹം പറയുകയാണ് ബാഹ്യ ഇടപെടൽ മാത്രമല്ല പ്രശ്നം, രാജ്യങ്ങൾ തമ്മിൽ വിശ്വാസമില്ലായ്മയാണ് ഇപ്പോൾ പ്രശ്നം. ഈ മേഖലയിൽ സ്വന്തം പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം ഓരോ രാജ്യവും ഏൽക്കണം. ഓരോ രാജ്യവും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം അതത് രാജ്യം ഏൽക്കണം. പാകിസ്ഥാൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഏൽക്കണം, വേറെ ആളുകൾ വന്ന് സഹായിക്കണം എന്നുള്ളതല്ല. അപ്പോൾ അല്ലെങ്കിൽ സ്ഥിരതയുണ്ടാവില്ല ആ രാജ്യത്തിനും ഈ മേഖലയ്ക്കും. അപ്പോൾ തുർക്കിക്ക് സ്വാധീനം ഉണ്ടാവുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് തുർക്കിക്ക് ഡോമിനേഷൻ വേണമെന്നല്ല തുർക്കി ആഗ്രഹിക്കുന്നത്. ഈ മേഖലയിലെ മൊത്തം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാജ്യങ്ങൾ തമ്മിൽ ഐക്യദാർഢ്യം ഉണ്ടാകണം. ബാഹ്യശക്തികളെ ആശ്രയിക്കുന്നതാകരുത് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം. താല്പര്യങ്ങൾ പരസ്പരം പങ്കിടുന്നതാകണം. അതീശത്വം പാടില്ല. തുർക്കി, അറബ്, ഫാഴ്സി ഇങ്ങനത്തെ അതീശത്വങ്ങളൊന്നും പാടില്ല. 2 or 3 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, എല്ലാ രാജ്യങ്ങളും അടങ്ങുന്ന ഒന്നായി സഖ്യം വളരണം. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് യൂറോപ്യൻ യൂണിയൻ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ 2 രാജ്യങ്ങളുടെ സഖ്യത്തിലേക്ക് ഞങ്ങൾ ഇല്ല എന്നാണല്ലോ. യൂറോപ്യൻ യൂണിയൻ പോലെ എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലെ സകല രാജ്യങ്ങളും ഒന്നിച്ചു വരുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എനിക്കൊരു സംശയം, ഈ സമാന്തര ഐക്യരാഷ്ട്രസഭ വരുന്നുണ്ടല്ലോ, ബോർഡ്, മറ്റേ ഗാസയില് പീസ് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരെണ്ണം രൂപീകരിക്കുന്നുണ്ടല്ലോ ട്രംപ്. അതിനും ബദലായിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ് തുർക്കി ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ പാകിസ്ഥാന് അതിൻ്റെ ഭാഗമാകാം. പ്രതിബദ്ധത വേണം, വിശ്വാസം വേണം, നിയന്ത്രണം വേണം, ഇതെല്ലാം വേണം എന്ന് തുർക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുർക്കി എന്തായാലും ഈ സഖ്യത്തിൻ്റെ ഭാഗമാവുന്നില്ല. പാകിസ്ഥാൻ സൗദി സഖ്യത്തിൻ്റെ ഭാഗമാവുന്നില്ല. അങ്ങനെ ഒരു ഇസ്ലാമിക നാറ്റോ എന്തായാലും പല രാജ്യങ്ങളും ഭയന്നതുപോലെ ഉണ്ടാകുന്നില്ല. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.